ഈ പ്രോജക്റ്റ് ആദ്യം എൻ്റെ അടുത്താണ് വന്നത്. അതിനുശേഷമാണ് ഈ കാസ്റ്റിംഗ് ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി പിന്നീട് രണ്ടാമത് വീണ്ടും വരികയായിരുന്നു. അപ്പോൾ ആൻഡ്രൂ ജോസഫ് തന്നെയാണ് എന്നെ സമീപിച്ചത്. അപ്പം മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ പോയില്ല. കാരണം എൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റാണ്, മലയാളത്തിൽ ആദ്യമായിട്ടാണ്, അല്ല സിനിമയിൽ ആദ്യമായിട്ടാണ് പ്രൊഡക്ഷനിൽ വരുന്നത്. അപ്പോൾ അത് തന്നെ മമ്മൂക്ക മോഹൻലാൽ ഇത്രയും താരങ്ങൾ അണിനിരക്കുന്ന ഒരു സിനിമ ചെയ്യാൻ പറ്റിയത് ഒരു ഭാഗ്യമാണ്. അതാണ് അതിൻ്റെ ഒരു തുടക്കം. ഓക്കെ. ഞാൻ ഈ താരങ്ങൾ അണിനിരക്കുന്ന സിനിമ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വരികയാണ്. ഇപ്പം നമുക്കറിയാം 2020 ശേഷം മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു മൾട്ടി സ്റ്റാർ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം ഉണ്ടായിട്ടില്ല. സ്വപ്ന തുല്യമായ അഭിനേതാക്കളുടെ നീണ്ട നിരയാണ് ഈ ചിത്രത്തിൽ. താരമൂല്യം കൂടുന്തോറും സ്വാഭാവികമായിട്ടും ബഡ്ജറ്റ് ഉയരുമല്ലോ. അപ്പോൾ ഇത്രയധികം താരങ്ങളെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക അത് എത്രത്തോളം ശ്രമകരമായിരുന്നു അങ്ങേക്ക്? തീർച്ചയായിട്ടും ഓരോ താരങ്ങൾ വരുന്നതനുസരിച്ച് ബഡ്ജറ്റ് കൂടി വരികയാണ്. അതുപോലെ തന്നെ സിനിമ ഓൾറെഡി ഒരു വലിയ സ്കോപ്പിൽ ചെയ്യേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള താരങ്ങളുടെ ഒരു ആവശ്യവും ആ സിനിമയ്ക്കുണ്ട്. കാരണം ഇത്രയും വലിയൊരു പ്രോജക്റ്റ് മലയാളത്തിൽ പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയായിരുന്നു. പക്ഷേ ഈ താരങ്ങൾ ഉള്ളതുമാണ് അതിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഇതിൻ്റെ കഥ അത് ആണ് ഇനി സിനിമയെ മുമ്പോട്ട് നയിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ തന്നെ ആയിരിക്കും.